Welcome to EduFix Academy. Today we are going to discuss about നമ്മൾ ന്യൂ ഒരു ബുക്കിലോട്ട് എൻട്രി ചെയ്യാണ്. നമുക്കറിയാം നമ്മുടെ തേർഡ് സെമസ്റ്ററിന്റെ BA ഇംഗ്ലീഷ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ആണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മുടെ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസിന്റെ കോഡ് വരുന്നത് BEGS183 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. അതിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ബ്ലോക്ക് നമ്പർ 1 ഇംപ്രൂവിങ് ദ ബേസിക്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ബേസിക്സ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ നമുക്കറിയാം അല്ലെ. നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവും? ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ബേസിക് ആയിട്ടുള്ള തിങ്സ് നമ്മൾ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ, അനലറ്റിക്കൽ ആൻഡ് ഇന്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ്. എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ അനലറ്റിക്കൽ ആയിട്ടുള്ള, അതുപോലെ മീൻസ് ഇന്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് എങ്ങനെയാണ് നമ്മൾ മീൻസ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ, അനലറ്റിക്കൽ ആൻഡ് ഇന്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് എങ്ങനെയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക എന്നതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നത്. അപ്പോ ഇൻ ദിസ് യൂണിറ്റ് ഈസ് അബൌട്ട് ഗിവിംഗ് യു സം തിങ്കിങ് മീൻസ് ടൂൾസ് വിച്ച് വിൽ മേക്ക് യു എ ബെറ്റർ റൈറ്റർ. അതായത് ചില ടൂൾസ് നമുക്ക്, അതായത് ചില ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് ഓൾസോ മേക്ക് ആസ് യു എ ബെറ്റർ റൈറ്റർ. നമ്മളെ ഒരു ബെറ്റർ റൈറ്റർ ആയിട്ട് മാറ്റും, ഒരു ബെറ്റർ റീഡർ ആയിട്ട് മാറ്റും, ഒരു ബെറ്റർ തിങ്കർ ആയിട്ട് മാറ്റും. All these tools will help you become more reflective person. അത് നമ്മളെ കുറച്ചുകൂടി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള, മീൻസ് എന്താണ്, കുറച്ചുകൂടി ഒരു പുരോഗമനവാദിയായിട്ട് മാറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? Okay. And all those tools will help you become a more reflective person who has the capacity to self-question and dispassionately analyze, synthesize, and interpret different kinds of material that you came across and which you can use in your writing. നമ്മുടെ റൈറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള തിങ്സ് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കൂടി നമ്മളെ സഹായിക്കും. അതായത് നമുക്കൊരു സെൽഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് ക്രിട്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, സെൽഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും നമ്മുടെ കാര്യങ്ങള്, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? And two of your friends are arguing about flattening the curve of the spread of COVID-19 in your region, and such a friend has many suggestions to offer. Each is presenting statistics, words of expert, and hypothetical situations that may arise, and the thoughts and this interpretation. One side of this argument seems to directly contradict the figures and arguments of the other experts. അതായത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതേക്കുറിച്ചിട്ട് മനസ്സിലാക്കാനും മീൻസ് കുറച്ചുകൂടി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് പഠനം നടത്തുക, അതിനെ കുറിച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം അല്ലെ. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ കുറിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുക. ക്ലിയർ ആണോ? ആൻഡ് ആർഗ്യുമെന്റ് മീൻസ് ആർഗ്യുമെന്റ്സ് നിരത്തുക, വാദങ്ങൾ നിരത്തുക. ഓക്കെ,
മീൻസ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കാണാൻ പറ്റൂ. സോ വിച്ച് സൈഡ് യു ലൈക്ക്, എങ്ങനെയാ മീൻസ് ഏത് സൈഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് സൈഡാണ്, ആൻഡ് വൈ, വാട്ട് അതർ പോയിന്റ്സ് കുഡ് യു കൺസിഡർ, മറ്റെന്ത് പോയിന്റ്സ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, ഹൗ വുഡ് യു നോ വിച്ച് സൈഡ് ഓഫ് മോർ കോജന്റ് ആർഗ്യുമെന്റ്സ്, അതായത് കോജന്റ് ആയിട്ടുള്ള പ്രബലമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉള്ളത് ഏതൊക്കെ തിങ്സിനാണ്, എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണ്, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, സ്ട്രക്ചേർഡ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? And every day we are faced with such situations and have to take considered decisions. എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. And have to take considered decisions. ഒരുപാട് ഡിസിഷൻസും നമ്മൾ എടുക്കാറുണ്ട്. Okay, we have to think intelligently about what we hear and read before we feel confidence about any issue. ഏതൊരു ഇഷ്യൂ ആയിട്ടും മീൻസ് നമ്മൾ എങ്ങനെയാണ്, കോൺഫിഡന്റ് ആണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യം മീൻസ് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം അതിൽ അറിവുണ്ട്, നമുക്ക് എന്തൊക്കെയാ അതിൽ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? And so thinking critically means the ability to analyze. Critically think ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ് അല്ലെ, അത് മനസ്സിലാക്കാന്, ഇന്റർപ്രറ്റ് ചെയ്യാന്, ആൻഡ് ഇവാലുവേറ്റ് ചെയ്യാന്, മീൻസ് വിലയിരുത്താന്, അവർ ഓൺ ഐഡിയാസ്, നമ്മുടെ ഓൺ ഐഡിയാസും മറ്റുള്ളവരുമായിട്ട്. Since we are constantly bombarded with ideas, നമുക്ക് ഒരുപാട് ഐഡിയാസ് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ. Data and other bits of information, we need to examine this carefully before we accept or reject them. അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ ചെയ്യുന്നതിന് മുന്നായിട്ട് ഐഡിയാസിനെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻ അതർ വേർഡ്, വി നീഡ് ടു ബിക്കം റിഫ്ലക്റ്റീവ് തിങ്കേഴ്സ്. അങ്ങനെയാണ് നമ്മൾ എന്തായിട്ട് തീരുന്നത്, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള തിങ്കേഴ്സ് ആയിട്ട് തീരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Thinking critically as a writer, reader and ട്രബിൾ ഷൂട്ടർ എന്താണ് ഇവിടെ പറയുന്നത്, അതായത് when you being to write, നമ്മൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് you need to think critically in two important ways. രണ്ട് വേസിലാണ് നമ്മൾ ചിന്തിക്കുക എഴുതുമ്പോഴേ. എങ്ങനെയൊക്കെയാണ്, you need to think critically about all information that you have collected ആണ് കേട്ടോ. collected എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. സ്പെല്ലിംഗ് ശരിക്കും കളക്റ്റഡിന്റെ സ്പെല്ലിംഗ് ആണ് COLLE. നമുക്കറിയാം അല്ലെ, CTED. ഓക്കെ, കളക്റ്റഡ് ആണ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. അതായത് നമ്മൾ പരിശോധിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണോ എന്നതിനെ കുറിച്ചിട്ട് ക്രിട്ടിക്കലി ആണ്, വിമർശനാത്മകമായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ബുക്സ്, ജേർണൽസ്, ഇന്റർനെറ്റ് തുടങ്ങിയവയിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ക്രിട്ടിക്കലി ആണ് എക്സാമിൻ ചെയ്യേണ്ടത്. അതുപോലെ എന്താണ്, you need to be a critical listener. നമ്മൾ എന്താണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലിസണർ ആവണം. ക്രിട്ടിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലിസൺ ചെയ്യേണ്ടത്. As you hear about other people's experience, beliefs and ideas, അതായത് നമ്മൾ എന്ത് ചെയ്യണം, need to be critical listener, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലിസണർ ആവണം. As you hear about the other people's experience, നമ്മള് മറ്റൊരാളുടെ എക്സ്പീരിയൻസസ് പറയുമ്പോഴെന്താണ്, we have to be critically evaluate. നമ്മൾ അതിനെ കുറിച്ചിട്ട് ക്രിട്ടിക്കലി ബോധേഡ് ആയിരിക്കണം. Okay, as you hear about other people's experiences, beliefs and ideas, അവർ ബിലീഫ്സിനെ കുറിച്ചിട്ടും ഐഡിയാസിനെ കുറിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, മറ്റുള്ളവരുടെ ബിലീഫ്സും ഐഡിയാസും ഒക്കെ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്,
you need to take to be a critical listener. വിമർശനാത്മകമായിട്ടാണ് അവര് പറയുന്നത് എല്ലാം നമ്മൾ സമ്മതിക്കുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രിട്ടിക്കലി ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? മീൻസ് ക്രിട്ടിക്കലി ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. Then strategies for reading critically. Critically നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? Before you write, you need to read and listen. നമ്മൾ എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? You need to read. വായിക്കാൻ ശ്രമിക്കണം, അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, അല്ലെ? Listen ചെയ്യണം. So let us begin with the strategies for reading critically. എങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കലി റീഡ് ചെയ്യുക? അതിനുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ നോക്കുന്നത്. How do you become thoughtful reader? എങ്ങനെയാണ് നിങ്ങൾ ഒരു മീൻസ് ചിന്താകുലനായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിച്ച് വായിക്കുന്ന ആളായിട്ട് മാറുക? Well, a thoughtful reader is one who must patiently read information concerned not only with the simple comprehension of a fact. ഫാക്ട്സിനെ സിംപിളി കോംപ്രിഹെൻഡ് ചെയ്യല്ല വേണ്ടത്, ബട്ട് ഓൾസോ ബി മൈൻഡ്ഫുൾ. നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത്. ഇൻഫറിങ്, അത് കണ്ടെത്താണ് വേണ്ടത്. ഇന്റർപ്രറ്റിംഗ്, വിശദീകരിക്കുകയാണ് വേണ്ടത്. അനലൈസിങ്, അതിനെ മീൻസ് മനസ്സിലാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇവാലുവേറ്റിംഗ്, അതിനെ അസസ് ചെയ്യാണ് വേണ്ടത്. ദ ഐഡിയാസ് ഇൻ ദ ടെക്സ്റ്റ്. And she must be aware that one must adapt different strategies for reading different types of text. പല തരത്തിലുള്ള ടെക്സ്റ്റുകൾ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്? പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ്. On the one hand, you are trying to understand a text on its own terms. അതായത് ആദ്യം നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കേണ്ടത് അതിൻ്റെതായിട്ടുള്ള ടേംസിലാണ്. And on the other hand, രണ്ടാമതായിട്ട് you are critically questioning the ideas and language in it. ആ ഒരു മീൻസ് ടെക്സ്റ്റിനെ ക്രിട്ടിക്കലി വിമർശനാത്മകമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് ഐഡിയാസ് ആൻഡ് ലാംഗ്വേജ്, അതിൽ വരുന്ന ഐഡിയാസിനെയും അതുപോലെ തന്നെ ലാംഗ്വേജിനെയും. Then we will discuss some of the critical reading strategies. നമുക്ക് അതില് critical reading strategies ഉൾപ്പെടുത്താം, which will enrich your thinking as a reader and will also be helpful when you play the role of a critical writer. ഇപ്പോഴാണോ നമ്മൾ ക്രിട്ടിക്കൽ റൈറ്ററിന്റെ ആ ഒരു റോൾ ഫോളോ ചെയ്യുന്നത്? The ideas given below are the adaptation from means Alexstrode and Cooper. Alexstrode അതുപോലെ തന്നെ കൂപ്പറിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഓൾസോ ബി ഹെൽപ്ഫുൾ. മീൻസ് അത് ഒരുപാട് നമുക്ക് തന്നെ സെൽഫ് ഡെവലപ്മെന്റിന് തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഫസ്റ്റ് വൺ, അനോട്ടേറ്റിംഗ്. അനോട്ടേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ സെന്റൻസ് റെക്കോർഡിംഗ് യുവർ റിയാക്ഷൻസ് ടു എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അനോട്ടേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? Annotating the sentence, reading, recording your reactions into a text. നമ്മുടെ റിയാക്ഷൻസ് എന്ത് ചെയ്യുക? ഒരു ടെക്സ്റ്റില് നമ്മൾ മീൻസ് റെക്കോർഡ് ചെയ്യുക. ആൻഡ് യുവർ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ക്വസ്റ്റ്യൻസ് ആസ് യു റീഡ് അലോങ്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് these are notes you write you as you read along. വായിക്കുന്ന പോലെ തന്നെ എഴുതുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അതിന്റെ ഇന്റർപ്രിട്ടേഷൻസും ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ കൂടെ തന്നെ അനോട്ടേറ്റ് ചെയ്ത് രേഖപ്പെടുത്തി വിശദീകരിച്ച് ഡീറ്റെയിൽ ചെയ്തു പോവാ. ഡീറ്റെയിലിംഗ് എന്നുള്ളതാണ് അനോട്ടേറ്റിംഗിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അനോട്ടേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠനം നടത്തുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ. Then second one എന്താണ്?
taking inventory, which means listening and grouping your annotations. Listen ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പ് ചെയ്യുക നമ്മുടെ annotations, so that you will find meaningful patterns. അതിലൂടെ നമുക്ക് meaningful ആയിട്ടുള്ള patterns കാണാൻ കഴിയും. This would require looking for repetitions as such recurring images and stylistic features such as repeated words or phrases. Repeated ആയിട്ടുള്ള വേർഡ്സും ഫ്രേസസും നമുക്ക് കാണാൻ പറ്റും. റിപ്പീറ്റഡ് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മൾ തന്നെ ഒരു ഇൻവെന്ററി എടുക്കുക. ടേക്കിംഗ് ഇൻവെന്ററി വിച്ച് മീൻസ് എന്താണ്, നമ്മൾ തന്നെ കണ്ടെത്തലുകൾ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തന്നെ കണ്ടെത്തലുകൾ നടത്തുന്നത് എങ്ങനെയാണ്? ലിസ്റ്റിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ് യുവർ അനോട്ടേഷൻസ്. നമ്മുടെ അനോട്ടേഷൻസ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിനെ വേർതിരിച്ചെഴുതുക, ഗ്രൂപ്പ് ചെയ്യാം. സോ ദാറ്റ് യു ഫൈൻഡ് മീനിങ് പാറ്റേൺസ്. അങ്ങനെയാണ് നമുക്ക് മീനിങ് ആയിട്ടുള്ള പാറ്റേൺസ് മനസ്സിലാവുക. ദിസ് വുഡ് റിക്വയർ ലുക്കിംഗ് ഫോർ റിപ്പീറ്റേഷൻസ് ആണ് ഇതിൽ ഉണ്ടാവുക. സച്ച് ആസ് റിക്കറിംഗ് ഇമേജസ്, റിക്കറിംഗ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാവും. സ്റ്റൈലിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. സച്ച് ആസ് റിപ്പീറ്റഡ് വേർഡ്സ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡുകൾ ഉണ്ടാവും. ഫ്രേസസ് ഉണ്ടാവും. റിപ്പീറ്റഡ് എക്സാമ്പിൾസ് ഓർ ഇല്ലുസ്ട്രേഷൻ, റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ ഉണ്ടാവും. ഇല്ലുസ്ട്രേഷൻ ഉണ്ടാവും. ദിസ് പാറ്റേൺസ് മേ റിവീൽ സംതിങ് അബൌട്ട് റീഡിംഗ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റ് വായിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇതിലുണ്ടാവുക. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ക്ലാസിഫിക്കേഷൻ കിട്ടും. നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത്, അതായത് അനോട്ടേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതിന് വിശദമായിട്ട് പഠിക്കുക. ടേക്കിംഗ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യാന്നാണ് കേട്ടോ. മീൻസ് ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വേർതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഔട്ട്ലൈനിങ്. ഔട്ട്ലൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് ദ ടെക്സ്റ്റ് മെയിൻ ഐഡിയാസ് ഓർ ദ ജസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ആസ് വെൽ ആസ് ഇമ്പോർട്ടന്റ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഔട്ട്ലൈനിങ്. അതായത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഔട്ട്ലൈൻ ചെയ്ത് വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. ദെൻ സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിലിംഗ്, ക്രോഡീകരിക്കുക. സമ്മറൈസിങ് എന്നുള്ള ഫാക്ടറിൽ ഔട്ട്ലൈനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം ലിസ്റ്റ് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് ഔട്ട്ലൈനിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിലിംഗ്, ക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത്. ദ മെയിൻ ഐഡിയാസ് ഓർ ദ ജിസ്റ്റ് ഓഫ് എ ടെക്സ്റ്റ്. മെയിൻ ഐഡിയാസിനെ ക്രോഡീകരിക്കുന്നതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയാ. നെക്സ്റ്റ് സിന്തസൈസിങ്. സിന്തസൈസിങ് വിച്ച് മീൻസ് ഇന്റഗ്രേറ്റിംഗ് യുവർ ഓൺ ഐഡിയാസ്. നമ്മുടെ ഓൺ ഐഡിയാസിന് എന്ത് ചെയ്യുക, ഉദ്ഗ്രഥിക്കുക, അതായത് കൂട്ടിവെക്കുക അല്ലെ. ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ സംയോജിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമുക്ക് പല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഐഡിയാസിനെ എന്ത് ചെയ്യുക, സംയോജിപ്പിക്കുക. ഇന്ററാക്ടിങ് യുവർ ഓൺ ഐഡിയാസ് വിത്ത് ദ ഇൻഫോർമേഷൻ ലേൺഡ് ഫ്രം അതർ സോഴ്സസ്. മറ്റുള്ള സോഴ്സസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്യാം, മീൻസ് ഒന്നിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. പല ഭാഗത്തു നിന്നും നമുക്ക് പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷനും എന്ത് ചെയ്യാ, ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സിന്തസൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Integrating your own ideas with the information learned from other sources. മറ്റുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു കൊണ്ടുവരിക. Contextualizing. എന്താണ് contextualizing? Placing the reading text in the historical and cultural context and asking whether it would be useful in your context. അതായത് contextualizing ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു പാർട്ട് ഏതുമായിട്ട് ബിലോങ് ചെയ്യുന്നതാണ്, ഹിസ്റ്റോറിക്കൽ ആണോ കൾച്ചറൽ ആണോ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക.
Okay, placing the reading text in the ഹിസ്റ്റോറിക്കൽ ആണോ അല്ലെങ്കിൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഉൾപ്പെടുന്നതാണോ എന്ന് മനസ്സിലാക്കുക. ആൻഡ് ആസ്കിങ് വെദർ ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ ഫോർ യുവർ കോണ്ടെക്സ്റ്റ്. നമ്മുടെ കോണ്ടെക്സ്റ്റിന് അത് യൂസ്ഫുൾ ആണോ, ഏത് കോണ്ടെക്സ്റ്റ് മീൻസ് അത് ഏത് കോണ്ടെക്സ്റ്റ് ആണ്, ഹിസ്റ്റോറിക്കൽ ആണോ കൾച്ചറൽ ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റ്, നമ്മൾ പഠിക്കുന്ന കോണ്ടെക്സ്റ്റുമായിട്ട് റെലവെന്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. ക്ലിയർ ആണോ? അതാണ് കോണ്ടെക്സ്റ്റുവലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, എക്സ്പ്ലൈനിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അതിലെ ഫിഗറേറ്റീവ് ലാംഗ്വേജ് നമുക്ക് അറിയാം, ഫിഗറേറ്റീവ് ലാംഗ്വേജ് പറഞ്ഞ എന്താണ്, ലിറ്റററി ഡിവൈസസ് അല്ലെ, സാഹിത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എക്സ്പ്ലൈനിങ് ദ സയന്റിഫിക് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്, ഫിഗറേറ്റീവ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് എക്സ്പ്ലൈൻ ചെയ്യാം. This is when you examine how metaphors, similes, personification, and other such literary devices are used in the text to convey the meaning and evoke feelings. അതായത് ഇത്തരത്തിലുള്ള ലിറ്റററി ഡിവൈസസ് എന്തൊക്കെയാണ്, മെറ്റഫേഴ്സ്, സിമിലീസ്, പേഴ്സോണിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ലിറ്റററി ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ എ ടെക്സ്റ്റ് ടു കൺവേ മീനിങ് ആൻഡ് ഇവോക്ക് ഫീലിങ്സ്. ഇത്തരത്തിലുള്ള ലിറ്റററി ഡിവൈസസ് മീനിങ് കൺവേ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫീലിങ്സ് ഇവോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം നമ്മള്, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതില് എന്തൊക്കെയാണ്, അതിലെ ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ തന്നെ അതിലെ മെറ്റഫേഴ്സ്, സിമിലീസ്, പേഴ്സോണിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ലിറ്റററി ഡിവൈസസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് അതർ സച്ച് ലിറ്റററി ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റ് കൺവേ മീനിങ് ആൻഡ് ഇവോക്ക് ഫീലിങ്സ്. വേറെ ഏതെങ്കിലും ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ടെക്സ്റ്റില്, അത് മീനിങ് ഇവോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. ക്ലിയർ ആണോ? Then reflecting on the challenges to our beliefs and values. എന്ത് ചെയ്യണം, റിഫ്ലക്ട് ചെയ്യണം on challenges to our beliefs and values. നമ്മുടെ ബിലീഫ്സിനും വാല്യൂസിനും ഒക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിഫ്ലക്ട് ചെയ്യണം. This refers to the text which may contradict some of your core ideas and belief. core ideas ഉം beliefs ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി എടുക്കണം ആ ഒരു ടെക്സ്റ്റിന്റെ. ഇൻസ്റ്റെഡ് ഓഫ് ഡിമിനിഷിങ് ദിസ്, അത് മീൻസ് അതിന് ഒരു മാറ്റവും ഇല്ലാതെ. And it would be a good idea to think again about your own ideas and belief system. It would be good idea. എന്താണ് good idea ആയിട്ട് പറയണത്, to think again, ചിന്തിക്കുകയാണ്, about your ideas and belief system. നമ്മുടെ ഐഡിയാസിനെ കുറിച്ചിട്ടും ബിലീഫ് സിസ്റ്റത്തിനെ ഒക്കെ കുറിച്ചിട്ട്. ഇവാലുവേറ്റിംഗ് ദ ടോപ്പിക് ഓഫ് ആൻ ആർഗ്യുമെന്റ്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, മീൻസ് നിരീക്ഷിക്കണം. ദ ടോപ്പിക് ഓഫ് ആൻ ആർഗ്യുമെന്റ്, ഒരു ആർഗ്യുമെന്റിന്റെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതിനെ വിലയിരുത്തണം അല്ലെ. അതായത് മീൻസ് നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ് ഇവാലുവേറ്റ് വാല്യൂ ചെയ്യുക. This entails understanding whether the argument presented by the writer is well reasoned and adequately supported. Well reasoned ആണോ, അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ, റീസണബിൾ ആണോ എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ എന്താണ്, ആൻഡ് adequately supported, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതും ചിന്തിക്കണം. ക്ലിയർ അല്ലേ? Then recognizing emotional manipulation, അതായത് ഇമോഷണലി ഉള്ള കൺക്ലൂഷൻ ആണോ, ഇമോഷണലി പറഞ്ഞിട്ടുള്ള കാര്യമാണോ, അത് ട്രൂത്ത് ആണോ, ഫാക്റ്റ് ആണോ. ഇമോഷൻ വെച്ചിട്ടാവുമ്പോ എന്താണ്, അത് ഒരു ഫാക്ട് ഓറിയന്റഡ് അല്ല അല്ലെ. അപ്പൊ ഫാക്ട് ഓറിയന്റഡ് ആണോ ഇമോഷണലി ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. This is being aware whether the text is unfairly manipulating you based on the false or exaggerated claims. ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എക്സഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് മനസ്സിലാക്കണം. ജഡ്ജിങ് ദ റൈറ്റേഴ്സ് ക്രെഡിബിലിറ്റി,
ആ ഒരു റൈറ്ററിന്റെ വിശ്വാസ്യതയെ കുറിച്ചിട്ട് ആർഗ്യൂ ചെയ്യണം. ജഡ്ജിങ് ദ റൈറ്റേഴ്സ് ക്രെഡിബിലിറ്റി. This means identifying whether the writer represent different point of view. റൈറ്ററിന് എന്താണ് പലതരത്തിലുള്ള പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അല്ലെ, and has satisfactory information about what he or she is writing about. അതായത് ഒരാളുടെ വിശ്വാസ്യത, അതായത് ആ റൈറ്ററിന്റെ, ഇപ്പൊ നമ്മൾ ഏതൊരു ടെക്സ്റ്റ് പഠിക്കായിക്കൊള്ളട്ടെ, ആ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള റൈറ്റർ ഉണ്ടാവും അല്ലെ. അതായത് നമുക്കറിയാം ആ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരാള് മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, അയാള് മീൻസ് പറയുന്നത് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അയാള് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ക്രെഡിബിൾ ആണോ, അവര് പറയുന്ന ഇൻഫർമേഷൻ എല്ലാം ക്രെഡിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫാൾസ് ആയിട്ടുള്ള കാര്യമാണോ ശരിയായിട്ടുള്ള കാര്യമാണോ അവര് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു എന്ത് നമുക്ക് ഉണ്ടായിരിക്കണം? ഒരു തോട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സ്റ്റാർട്ടിങ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇറ്റ്സ് അബൌട്ട് ദ ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ ആൻഡ് അനലറ്റിക്കൽ ആൻഡ് ഇന്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് ആണ് അല്ലെ. എങ്ങനെയാണ് നമ്മുടെ വിമർശനാത്മകമായിട്ടുള്ള, നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് നമുക്കറിയാം. അപ്പൊ ഈ കഴിവുകള് നമ്മൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായിട്ട് വിലയിരുത്തുന്നത്, അതുപോലെ തന്നെ അനലറ്റിക്കൽ തിങ്കിങ് മീൻസ് നമ്മുടെ സയന്റിഫിക്കലി ആയിട്ടുള്ള അതിനോടുള്ള ഒരു ജ്ഞാനം, അല്ലെങ്കിൽ അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഇന്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ്, അത് വ്യാഖ്യാനിക്കാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ അതില് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്
ആണ് അനോട്ടേറ്റിംഗ് വരുന്നത്. അനോട്ടേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മിസ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. എന്താണ് അനോട്ടേറ്റിംഗ്? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് അല്ലെ. അതായത് ഒരു ടെക്സ്റ്റിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാണ്, അതിനെ വിശദമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാണ്. ടേക്കിംഗ് ഇൻവെന്ററി, ഒരു ലിസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാ, ലിസ്റ്റ് ഔട്ട് ചെയ്യാ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഔട്ട്ലൈനിങ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രം എന്ത് ചെയ്യാ, ഒന്ന് വരച്ചിടുക അല്ലെങ്കിൽ മീൻസ് അതിനെ ഇമ്പോർട്ടൻസ് ആയിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഐഡിയാസ്. അല്ലെങ്കിൽ ജസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് സമ്മറൈസിങ്, ഡിസ്റ്റിലിംഗ് ദ മെയിൻ ഐഡിയാസ്, ഡിസ്റ്റിലിംഗ് ചെയ്യാണ് അല്ലെ. ഡിസ്റ്റിലിംഗ് വിച്ച് മീൻസ് എന്താണ്, നമ്മള് അതേ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ക്രോഡീകരിക്കുകയാണ്. ഡിസ്റ്റിലിംഗിന്റെ കറക്റ്റ് മീനിങ് വരുന്നത് നമ്മൾ ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ആൻഡ് സിന്തസൈസിങ്, സിന്തസൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്, അതിനെ ഉദ്ഗതിപ്പിക്കുകയാണ്, അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോണ്ടെക്സ്റ്റലൈസിങ്, കോണ്ടെക്സ്റ്റലൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഹിസ്റ്റോറിക്കൽ ആണോ കൾച്ചറൽ ആണോ അതുപോലെ തന്നെ എന്ന് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തിങ് ആണോ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള തിങ് ആണോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, അതിനെ മീൻസ് നമുക്ക് കോണ്ടെക്സ്റ്റൽ ആയിട്ട് വാല്യുബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? റിഫ്ലക്റ്റിംഗ് ഓൺ ചലഞ്ചസ് ടു യുവർ ഓൺ ബിലീവ്സ് ആൻഡ് വാല്യൂസ്, അതായത് നമ്മുടെ മീൻസ് ബിലീവ്സും വാല്യൂസും ഒക്കെ എന്ത് ചെയ്യാ, റിഫ്ലക്ട് ചെയ്യിക്കുക. അതായത് നമ്മുടെ ഒരു കാര്യത്തിന്, ഒരു ടെക്സ്റ്റിനെ എന്ത് ചെയ്യുക. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് വേറൊരു പോയിന്റ് വരുന്നുണ്ട്. സമ്മറൈസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ക്രോഡീകരിക്കുക. സിന്തസൈസിങ്, ഇന്റഗ്രേറ്റ് ചെയ്യുക, മീൻസ് ഒരുമിച്ച് കൊണ്ടുവരിക. ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. എല്ലാ ഇൻഫോർമേഷനും എന്ത് ചെയ്യാ, ഒന്നിച്ച് കൊണ്ടുവരിക അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിന്തസൈസിങ്. ഇന്റഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് നമ്മളെ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ഉദ്ഗ്രഥനം എന്നൊക്കെയാണ് പറയുന്നത്. മീൻസ് ഒന്നിച്ച് ചേർക്കുക എന്നുള്ള മീനിങ് ആണ്. കോണ്ടെക്സ്റ്റലൈസിങ്, കോണ്ടെക്സ്റ്റലൈസിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് അത് ഹിസ്റ്റോറിക്കൽ ആണോ കൾച്ചറൽ ആണോ എന്ന് മനസ്സിലാക്കുക, നമുക്ക് യൂസ്ഫുൾ ആണോ, കോണ്ടെക്സ്റ്റുമായിട്ട് യൂസ്ഫുൾ ആണോ എന്നത് മനസ്സിലാക്കുക. Explaining the significance of a figurative language, ഒരു ടെക്സ്റ്റില് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉണ്ടോ എന്ന് നോക്കുക. And this is when you examine how metaphors, similes, personification and other such literary devices are used in the text to convey meaning and evoke feelings. അതായത് ലിറ്ററി ഡിവൈസസ് ആയിട്ടുള്ള മെറ്റഫോർ, സിമിലി, പേഴ്സോണിഫിക്കേഷൻ ഇവയൊക്കെ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൺവേ മീനിങ് ആൻഡ് ഇവോക്ക് ഫീലിങ്സ്, മീനിങ് കൺവേ ചെയ്യുക, ഫീലിങ്സിനെ ഇവോക്ക് ചെയ്യുക. ക്ലിയർ ആണോ? Okay, reflecting on the challenges to our beliefs and values, reflect ചെയ്യുക. ചലഞ്ചസും ബിലീഫ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് ചലഞ്ചസും ബിലീഫ്സും ഒക്കെ ഉണ്ടാവില്ലേ. ചലഞ്ചസ് ഉണ്ടാവും, അതുപോലെ വെല്ലുവിളികൾ ഉണ്ടാവും, അതുപോലെ തന്നെ ബിലീഫ്സും വാല്യൂസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ മീൻസ് ഒരു പരിധി വിട്ട് അതിനെ ഒബ്സസ് ചെയ്യാതെ, അതിനെ ഒരു പരിധി വിട്ട് അംഗീകരിക്കാതെ, അതിൽ നിന്നുള്ള ഗുഡ് ഐഡിയ മാത്രം, എസെൻഷ്യൽ ആയിട്ടുള്ള ഐഡിയാസ് മാത്രം ഫോക്കസ് ചെയ്ത് എടുക്കുക. ഇവാലുവേറ്റിംഗ് ദ ടോപ്പിക് ഓഫ് ആൻ ആർഗ്യുമെന്റ്, ആ ഒരു ആർഗ്യുമെന്റിനെ നമ്മൾ ഒരു റെക്കഗ്നൈസിങ് ഇമോഷണൽ മാനിപ്പുലേഷൻ, ഇമോഷണൽ ആയിട്ടുള്ള ഒരളവ് പോലെ മാനിപ്പുലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. This is being aware whether the text is unfairly manipulating you based on false or exaggerated claims. എന്ത് ചെയ്യാ, ടെക്സ്റ്റിന് എന്ത് ചെയ്യാ, മീൻസ് നമ്മള് ശ്രദ്ധാപൂർവം മാത്രം
അതിന് എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, അതായത് പൊലിപ്പിച്ചൊന്നും പറയാതിരിക്കുക, അൺഫെയർ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക, വളച്ചൊടിക്കാതിരിക്കുക, അതിലുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.